ഈ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും വളരുകയില്ല, വളരാനൊട്ട് അനുവദിക്കുകയുമില്ല എന്നുള്ളതാണ്. അതെ അതെ. വളർന്നു വരുന്നവർ ഈ വെറും ചാവേറുകളാക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബലിയാടാക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഈ കടൽക്കിഴവന്മാർ ഒരുപക്ഷെ പുതുതലമുറയെ അംഗീകരിക്കാനുള്ള ഒരു വൈമുഖ്യം കൂടി ഉണ്ടാകും, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കളി കാണുമ്പോൾ അതാണ് തോന്നുന്നത്. ഇപ്പോൾ കട്ടപ്പന്മാർ ഒന്നിലധികം കട്ടപ്പന്മാരുണ്ട്. യഥാർത്ഥത്തിൽ വിളിച്ച അബിൻ വർക്കിയൊന്നും കട്ടപ്പയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരിക്ക് കട്ടപ്പയെന്ന് വ്യാഖ്യാനം ചെയ്ത അബിൻ വർക്കിയെ വേറെ ചില കട്ടപ്പന്മാർ പുറകിൽ നിന്ന് കുത്തി മലർത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അബിൻ വർക്കിയല്ല, ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മനും കൂടെ കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് നാഷണൽ ഔട്ട്റീച്ച് സെൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ യൂത്ത് കോൺഗ്രസിൻ്റെ അതിൽ നിന്ന് അതിൻ്റെ സ്ഥാനത്തിരുത്തിയിരുന്ന അദ്ദേഹത്തിനെ അതിൽ നിന്നും പുറത്താക്കിയിരുന്നു. അദ്ദേഹം വെപ്രാളം കൂട്ടിയിരുന്നു. ഈ നാഷണൽ ഔട്ട്റീച്ച് സെൽ എന്ന് പറഞ്ഞ ഒരു സെല്ലുണ്ടെന്നുള്ളത് തന്നെ നമ്മളിപ്പോഴാണ് അറിയുന്നത്. എനിക്ക് തോന്നുന്നത് ചാണ്ടിയുമ്മന് മാത്രമോ അല്ലെങ്കിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സിലെ ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതിപ്പോൾ ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. ചാണ്ടിയുമ്മൻ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അങ്ങനെ ചിലരെയൊക്കെ ഇങ്ങനെ തഴയുന്നു. അബിൻ വർക്കിയെ തഴഞ്ഞത് ശരിയായില്ല, അഭിജിത്തിന് വേണ്ട സ്ഥാനം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ നടത്തി 1ാം സ്ഥാനത്ത് വന്നപ്പോൾ തൊട്ടടുത്ത് വന്നയാളാണ് അബിൻ വർക്കി. ആ അബിൻ വർക്കിയെ തഴഞ്ഞിട്ട് വെറും 19,000 വോട്ട് മാത്രം യൂത്ത് കോൺഗ്രസിൽ കിട്ടിയ, ഇവർക്കൊക്കെ ലക്ഷങ്ങൾ കിട്ടിയപ്പോൾ മറ്റേയാൾക്ക് 19,000 വോട്ടാണ് കിട്ടിയ അയാളെ പിടിച്ച് ദയനീയമായി മൂന്നാമതെത്തിയ OJ ജനീഷിനെ പിടിച്ച് 1ാമതാക്കി ഇരുത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പരാതികളാണ്. അതുപോലെ മത്സരത്തിന് പോലും പങ്കെടുക്കാതിരുന്ന ബിനു ചുള്ളിലിനെ പിടിച്ച് വർക്കിംഗ് പ്രസിഡൻ്റാക്കി. അപ്പോൾ അബിൻ വർക്കി വർക്കിംഗ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റോ ഏതെങ്കിലും ഒരു സ്ഥാനമെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. അതുപോലും കൊടുത്തില്ല. എന്നിട്ട് അദ്ദേഹത്തിന് ദേശീയ ജനറൽ സെക്രട്ടറി അല്ല, ദേശീയ സെക്രട്ടറി. കാരണം അവിടെ ദേശീയ പ്രസിഡന്റിന് പോലും വിലയില്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ ആളിൽ ചിരിക്കും. ഇതാരാ ചോദിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പോലും പലർക്കും അറിയില്ല. ഞാൻ ഈയിടെ ഇങ്ങനെ എങ്ങാണ്ട് 2-3 സ്ഥലത്ത് സെർച്ച് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞാനത് മറന്നുപോയി. എന്തോ ഒരു ചിമ്പോയോ എന്താ പറഞ്ഞിട്ടൊരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോഴാണ്, ഈ അബിൻ വർക്കിയുടെ കാര്യത്തിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോഴാണ് ഞാനതൊക്കെ കേട്ടത്. അങ്ങനെ ഒരു ചിമ്പോയ മറ്റാണ് അവിടുത്തെ ദേശീയ പ്രസിഡന്റ്. പണ്ടൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റുമാരെന്ന് പറഞ്ഞാൽ മിനിമം കോൺഗ്രസ് ഉള്ള സ്ഥലങ്ങളിലെങ്കിലും നല്ലപോലെ അറിയപ്പെടുമായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ല. അപ്പോൾ അവിടെയാണ് ജനറൽ സെക്രട്ടറി പോലും അല്ലാതെ വെറും ഒരു സെക്രട്ടറി ആയിട്ട് അബിൻ വർക്കിയെ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് കോൺഗ്രസ് ഞങ്ങൾ നന്നാവാൻ തയ്യാറല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്തായാലും പിണറായി വിജയന് കോളായി. അടുത്ത 3ാം ഊഴം എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറേ നാളുകളായിട്ട് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ചത്തു കിടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രഭവ കേന്ദ്രമായിരുന്ന നേതാക്കളെന്ന് പറയുന്നത് AK ആൻ്റണിയും വയലാർ രവിയൊക്കെയാണ്. ആ കാലത്താണ് ഏറ്റവും പ്രശോഭിച്ചത്. അവരായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ 4 സമരമൊക്കെ ആയിട്ട് വലിയ വിപ്ലവം ഉണ്ടായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ്സിൽ സ്ഥാനം പിടിച്ച് യൂത്ത് കോൺഗ്രസ്സിലൂടെ അങ്ങനെ കോൺഗ്രസ്സിന് വലിയൊരു വേരുണ്ടാക്കി കൊടുത്ത് കരുണാകരൻ പോലും അതിനെ അനുകൂലിച്ച് കൊടുക്കുകയാണ്. കരുണാകരനൊക്കെ അന്ന് സപ്പോർട്ട് ചെയ്താണ് യൂത്ത് കോൺഗ്രസ് അങ്ങനെ വളർന്നു വരട്ടെ, മിടുക്കന്മാർ വരട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തിയായി മാറിയാണ് AK ആൻ്റണിയും വയലാർ രവിയും അടക്കമുള്ള നേതാക്കൾ അങ്ങനെ വന്നു. പിന്നെ ചെറുപ്പക്കാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കരുണാകരൻ പോലും ചെയ്തുകൊണ്ടിരുന്നത്. അത് കാർത്തികേയനാവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, ഏറ്റവും അടുത്ത കാലത്ത് ശിവകുമാർ എന്ന് പറയാം. കരുണാകരൻ അവസാനം തലോടി പ്രോത്സാഹിപ്പിച്ചു വിട്ട ആളാണ് VS ശിവകുമാർ. അങ്ങനെ 2 തവണ തിരുവനന്തപുരത്തിൻ്റെ എം പിയുമായി. പിന്നെ അതിനുശേഷം അദ്ദേഹവും അയ്യപ്പന്റെ കോപം കിട്ടിയോണ്ടാണ് ഇങ്ങനെ ആയതെന്നാണ് പറയുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവും മോനും കൂടെ പിന്നീട് ഗുണം പിടിച്ചിട്ടില്ല. അയ്യപ്പനെ തൊട്ട് കളിച്ച ഒരു മന്ത്രിയെന്നല്ല തന്ത്രി പോലും ഗുണം പിടിച്ചിട്ടില്ല. പിന്നെയല്ലേ മന്ത്രി. അയ്യപ്പനെ കളിച്ചാൽ അവിടെ പൂജ നടത്തുന്ന പോറ്റിയാവട്ടെ തന്ത്രിയാവട്ടെ അവർ പോലും ഗുണം പിടിച്ചിട്ടില്ല. അപ്പം അത് വേറൊരു കഥ, അത് നമുക്ക് വിടാം. എന്തായാലും അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പോക്ക്. യൂത്ത് കോൺഗ്രസ്സിൽ എന്നും യുവാക്കൾക്കൊരു സ്ഥാനം കോൺഗ്രസ്സിലും യൂത്ത് കോൺഗ്രസ്സിലും ശക്തമായി ഉണ്ടായിരുന്നത് കൊണ്ടാണ്, നല്ല നേതാക്കൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കോൺഗ്രസ് നിലനിന്നത്. അപ്പം അങ്ങനെ കോൺഗ്രസ് ചത്തിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ തവണ 2016 38% വോട്ടേ അവർക്ക്, 39%.
വോട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ 38%, 2021 38% വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത് കേരളത്തിൽ. അങ്ങനെ കോൺഗ്രസ് തറപറ്റി നീക്കിയായിരുന്നു. 38% എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, 100%-ൽ 38% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഏതാണ്ട് 1/3 അല്പം കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ശക്തി. അപ്പോൾ പിന്നെ ഈ മുസ്ലിം ലീഗൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു പോയിരുന്നത്. ഇപ്പോൾ അത് മുസ്ലിം ലീഗും കൂടെ ചേർന്നിട്ടാണ് ഈ 38% പിടിച്ചതെന്ന് ഓർക്കണം. അല്ലാതെ കോൺഗ്രസിൻ്റെ ഒറ്റയ്ക്കല്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ചിലപ്പം 10%-ൽ താഴെ പോകുന്ന സംശയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ആകെ തകർന്നിരിക്കുമ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസിൽ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ കയറി വന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ TV മാധ്യമങ്ങളിലൂടെ അങ്ങനെ ശബ്ദവും തരംഗവും ഒക്കെ ആയിട്ട് TV ചർച്ചകളിൽ മാത്രമേ നിറഞ്ഞു നിന്നിട്ടുള്ളൂ, ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്നിട്ടില്ല പത്തനംതിട്ടക്കാർ പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ ഈ പിള്ളേരുടെ ഇടയിൽ ഇതുപോലെ അത് പിള്ളേരുടെ ഇടയിൽ പോയത് എന്തിനാണെന്നുള്ളത് പിന്നെ ഒരു വേറൊരു ചോദ്യമുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഈ യുവാക്കളുടെ ഇടയിൽ ഈ ഇപ്പോഴത്തെ എക്സും എഫും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് ഇയാളിങ്ങനെ നിറഞ്ഞു നിന്നതുകൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി പ്രസിഡൻ്റായി. അതിൽ രണ്ടാമത് നിൽക്കുന്ന ഒരാളായിരുന്നു അബിൻ വർക്കി. അബിൻ വർക്കിക്ക് ഇതുപോലെ തന്നെയാണ് ഈ ചാനൽ ചർച്ചകളിൽ മുട്ടുമിടുക്കനായിരുന്നു. അയാളും ഇതുപോലെ മിടുക്കനായിട്ടിരുന്ന സമയത്താണ് അയാൾക്കും വളരെ മുന്നേറ്റം ഉണ്ടായത്. അതുമാത്രമല്ല, സമരങ്ങൾ, നിരന്തരമായി സമരങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ നടത്തി, തലപൊട്ടിയും പിന്നെ മൂക്കും മുറിഞ്ഞും മുഖത്ത് ചോര വീണും ഒക്കെ ഒരുപാട് നമ്മൾ സീൻ കണ്ടതാണ് ഈ അബിൻ വർക്കിയെ. പിന്നെ നന്നായിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ ചുമ്മാതെ വെറും ന്യായം പറയലല്ല, അർത്ഥവത്തായ സംസാരങ്ങൾ. ഇച്ചിരി 35 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ പുള്ളിക്ക്. പക്ഷേ ഒരു 19 വയസ്സ് വന്ന ആളിൻ്റെ ഒരു ഇരുത്തത്തോടു കൂടി സംസാരിക്കാനുള്ള ദേശീയ വിഷയങ്ങളോ സംസ്ഥാന വിഷയങ്ങളോ ഭരണത്തെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ ഒരു ആധികാരികത ഈ അബിൻ വർക്കിക്കുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തർക്കുത്തരം പറയുകയൊക്കെ ചെയ്യും, കൈയടി വാങ്ങിക്കും എന്നുള്ളത് കവിഞ്ഞ് അബിൻ വർക്കിയുടെ സ്പീച്ചിന് ഒരു മുഴക്കം ഉണ്ടായിരുന്നു. ആദർശത്തിൻ്റെയോ അല്ലെങ്കിൽ ആശയത്തിൻ്റെയോ ഒക്കെ ഒരു മുഴക്കം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ നിന്ന പുള്ളിക്കാരനെയാണ് ഇപ്പം ചവിട്ടി താഴെ ഇട്ടിരിക്കുന്നത്. അതും എങ്ങും തൊടാത്ത വിധത്തിൽ. ഈ ദേശീയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലേ അവിടെ ആരും മൈൻഡ് ചെയ്യില്ല, ജനറൽ സെക്രട്ടറിയെ മൈൻഡ് ചെയ്യില്ല അവിടെ. പിന്നെ ദേശീയ സെക്രട്ടറിയുടെ കാര്യം പറയണ്ടല്ലോ, ഡൽഹിയിലൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. പിന്നെ ഒരു സംസ്ഥാനം കൊടുക്കുക, അതിനി ഏതാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇനി മണിപ്പൂരാണോ എന്ന് അറിഞ്ഞൂടാ. ക്രിസ്ത്യാനികൾ കൂടുതലുള്ളത്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മണിപ്പൂർ നീ പോയിക്കോ, അവിടെ നിൻ്റെ ചാർജാണോ കൊടുക്കാൻ പോകണമെന്ന് അറിയില്ല. അതോ ഇനി മിസോറാമാണോ അതോ നാഗാലാൻഡാണോ, ഏതാണ് പുള്ളിക്ക് ചാർജ് കിട്ടുന്നതെന്ന് അറിയില്ല. ഇതിനകത്ത് എനിക്ക് സംശയമുണ്ട്, ഈ KC വേണുഗോപാൽ കേരളത്തിൽ നന്നായിട്ട് കളിക്കുന്നു. അല്ല, അതിപ്പോൾ പ്രകടമായി പലരും പറഞ്ഞു വരികയാണ്. ആദ്യം രമേശ് ചെന്നിത്തലയാണ് ഇതിൻ്റെ എല്ലാം വെട്ടിൻ്റെ ആശാനെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിന്നെ ചവിട്ടി താഴ്ത്തിയതെന്നാണ് പറയുന്നത്. മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ പോലെയാണ് ഇപ്പോൾ താഴ്ത്തിയിരിക്കുന്നത്. പാതാളത്തിലേക്കാണ് മഹാബലി പോയതെങ്കിൽ ഇത് ഡൽഹിയിലെ പാതാളത്തിലാണ്. കാരണം അവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു പേരുമില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് തവിട്ടി മാറ്റി. അപ്പോൾ ഇത് കളി ഇപ്പോൾ രമേശ് ചെന്നിത്തല അല്ല, രമേശ് ചെന്നിത്തലയുടെ ആൾക്കാരെ അരിഞ്ഞു തള്ളുകയാണ്. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പം ഫേസ്ബുക്കിലൂടെയൊക്കെ മാക്സിമം നാറ്റിച്ച് അവിടെ ഖതറിട്ട ഹിറ്റ്ലറായിട്ട് നിന്ന VD സതീശനെയും ആൾ ഒതുക്കി തുടങ്ങി. അപ്പോഴാണ് ആൾക്ക് സംശയം വന്നത്, ആ VD സതീശനെ ഒതുക്കി രമേശ് ചെന്നിത്തലയാണെന്നാണ് ഒരു വട്ടത്തിൽ നമ്മളെല്ലാവരും വിശ്വസിച്ചതും വിചാരിച്ചത്. പക്ഷേ കളി പാളയത്തിനകത്ത് നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഷാഫി പറമ്പിലിനും കൈയുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ പിന്നെ നമ്മുടെ KC വേണുഗോപാലിൻ്റെ അനുഗ്രഹാശത്തോടുകൂടി നിൽക്കുന്ന ഷാഫി പറമ്പിൽ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ KCക്ക് വേണ്ടിയാണോ ഷാഫി കളിക്കുന്നത് എന്നും സംശയമുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഏതാണ് ഗ്രൂപ്പ് അല്ലാത്തതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഷാഫിയെയും രമേശിനെയും എല്ലാം സ്വന്തം പിള്ളേരെ പോലെ എന്ന് പറഞ്ഞ പോലെ കൂടെ കൊണ്ടു നടന്നയാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VD സതീശന് തന്നെ എവിടെ നിന്നൊക്കെയാണ് വെട്ട് വരുന്നതെന്ന് പിടിയില്ല. VD സതീശനെ ഫേസ്ബുക്കിലുമൊക്കെ ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ അദ്ദേഹം ഏതാണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചെന്നുള്ള മട്ടിലാണ് അവർ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് കുറച്ചൊന്ന് വെട്ടി താത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും KC വേണുഗോപാൽ രംഗപ്രവേശനം ചെയ്യുമെന്ന് ഒരു കഥ കേൾക്കുന്നു. അതിന് ഒരു ചെറിയ ന്യായമുണ്ട്. അപ്പോൾ ഈ ഐ ഗ്രൂപ്പുകാരെല്ലാം കൂടെ പ്രതിഷേധമായിട്ട് രാഹുൽ ഗാന്ധിയെ കണ്ടു. ഇപ്പോൾ രാഹുൽ ഗാന്ധി അത് വലിയ അനങ്ങുന്ന ലക്ഷണമല്ല. KC അങ്ങനെയൊക്കെ കളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. വേറൊരു കഥ കേൾക്കുന്നത്, ഈ ബീഹാർ ഇലക്ഷനിൽ
ഇവിടെ കോൺഗ്രസ് പൊട്ടി പാളീസായി കഴിഞ്ഞാൽ KC എടുത്ത് അവിടുന്ന് കളയും. AICC ജനറൽ സെക്രട്ടറി എന്നുള്ള പരമപ്രധാനമായ സ്ഥാനത്ത് നിന്ന് എടുത്ത് തോണ്ടി എറിയും. അപ്പോൾ തോണ്ടി എറിയാനായിട്ട് അങ്ങനെ ചുമ്മാ കളയാനുള്ളത് ശരിയല്ലല്ലോ. ആ രാഹുൽ കുടുംബത്തിൻ്റെ വലങ്കയായിട്ട് നിന്നിട്ട് പെട്ടെന്ന് അങ്ങനത്തെ തോണ്ടി എറിഞ്ഞാൽ അതൊരു മോശമായ പാരമ്പര്യമാവില്ല. അപ്പോൾ അത് ചിലപ്പം ആ തോണ്ടിയേറ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടാണോ എന്നുള്ളതാണ് സ്ഥാനം കിട്ടിയാൽ. അല്ല അതാണല്ലോ KC ആഗ്രഹിക്കുന്നത്. അപ്പോൾ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നായി വന്നു. കേരള ബീഹാറിലെ തോൽവി വേണമെന്നില്ല, അല്ലാതെ തന്നെ ആസൂത്രണം ചെയ്തില്ല. ബീഹാറിലെ തോൽവിയും കൂടെ വന്നു കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞു എളുപ്പമായി. രാഹുൽ ഗാന്ധിക്ക് എളുപ്പമായി, KCക്ക് എളുപ്പമായി. അപ്പോൾ ശിവകുമാറിനെ അവിടെ പ്രതിഷ്ഠ KCക്ക് അറിയാൻ ഇപ്പൊ ദേശീയ തലത്തിൽ നിന്നിട്ട് കാര്യമില്ല. അതൊരു കാര്യമില്ല. ദേശീയ തലത്തിൽ വമ്പന്മാർ നിന്ന് കളിക്കുന്നിടത്ത് വലിയ കളി കളിക്കാൻ അറിയാവുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ നിന്നാലേ രക്ഷപ്പെടുള്ളൂ. അവിടെ വലിയ കോൺഗ്രസ് കളി അറിയാവുന്ന ആൾക്ക് തന്നെ പറ്റുന്നില്ല. അത് നമ്മുടെ അലുമിനിയം പട്ടേലൊക്കെയാണ് ഒരുവിധം അതിനകത്തൊക്കെ പിടിച്ചു തന്നത്. അദ്ദേഹത്തിന് പോലും ഇടക്കാലത്ത് നിൽക്കാൻ പറ്റില്ല. എങ്കിലും അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. കുറച്ച് തന്ത്രങ്ങൾ അറിയാവുന്ന ആളായിരുന്നു. അതിനുശേഷം പിന്നെ അത്തരത്തിൽ ശോഭിക്കാവുന്ന ഒരാളെ അവിടെ കിട്ടിയിട്ടില്ല. KCക്കൊന്നും അതിന് ഉള്ള ത്രാണിയില്ല എന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു തട്ട് കൊടുത്താൽ ആ തട്ട് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആയിരിക്കുമെന്നാണ് KCയും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ എന്നുള്ളത് മറ്റൊരു കഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.